നടന്നിട്ടുള്ളത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇതുപോലെയുള്ള മതത്തിന്റെ പേരിൽ തല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നു. ദർസിൽ പഠിക്കുന്ന 4ഓളം വിദ്യാർത്ഥികൾ ചെറുവണ്ണൂരിലെ RSSന്റെ ക്രിമിനലുകളായ ആളുകൾ ചേർന്ന് വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അതുപോലെ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത്. ആരുടെയും മുന്നിൽ ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ പോയിട്ട് അതിക്രമിച്ച് സമരയുദ്ധം നടത്തിയതല്ല. അവരുടെയൊക്കെ മീഡിയകളിലും വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവർ ഇന്നലെ ഉച്ചയ്ക്ക് ആ വീട്ടുകാരനുമായി സംസാരിച്ചു. സന്തോഷ് എന്ന് പറയുന്ന ഒരു BSF ഉദ്യോഗസ്ഥനായ അയാളോട് പോയി ചോദിച്ചു, സമ്മതം വാങ്ങിച്ചു. അങ്ങനെ രാത്രി വന്നോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ തിരിച്ചയക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയുടെ ഭാഗമായുള്ള ഒരു ചുമരയുദ്ധവുമായി ബന്ധപ്പെട്ട് രാത്രി അവർ പോകുമ്പോൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ക്രൂരമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണ്, ചെറുവണ്ണൂർ അങ്ങാടിയിലാണ് ഇന്നലെ രാത്രി നടന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ കേട്ടുകേൾവിയുള്ള അന്നൊക്കെ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് അവിടെയൊന്നും മനുഷ്യന്മാരില്ലേ, ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താ എന്നൊക്കെ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ കണ്ണിന്റെ മുന്നിലാണ് ഇന്നലെ രാത്രി അരങ്ങേറിയത്. അങ്ങനെ ആ കുട്ടികളെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. ഇന്നലെ അവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇത്രയും സമയം കഴിഞ്ഞു, അദ്ദേഹത്തെ ആ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും ഒരു കൃത്യമായ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ ശക്തമായ ഒരു നിയമ നടപടി, ഇതുവരെ ശക്തമായ ഒരു കേസുമായി പോലീസ് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.